ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ട്രിവാൻഡ്രം ഇറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂടെ എൻ്റെ ഫ്രണ്ടും കുളീഗും ആയിട്ടുള്ള വിശാഖും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോയെങ്കിലും തിരക്ക് കാരണം അമ്പലത്തിൽ അങ്ങനെ കാര്യമായിട്ട് തൊടാനൊന്നും പറ്റിയില്ല. ഹലോ, വെൽക്കം ടു ആർഗി സ്റ്റോറീസ്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയുള്ളത്? തിരുവനന്തപുരത്ത്. അങ്ങനെ തിരക്ക് കാരണം പത്മനാഭനെ കൃത്യമായിട്ട് കണ്ടില്ലെങ്കിലും തിരുവനന്തപുരത്തെ കുറച്ച് ഫുഡെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ ട്രൈ ചെയ്യണം എന്ന ചിന്തയോടെ തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറുമുള്ള നടകളൊക്കെ ചുറ്റിത്തിരിഞ്ഞിട്ട് ഞങ്ങൾ നല്ല ഫുഡ് സ്പോട്ട് തപ്പി നടക്കാൻ തുടങ്ങി. തിരുവനന്തപുരത്തിന്റെ തനതായ രുചികൾ അന്വേഷിച്ചുകൊണ്ട് നമ്മളുടെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ. ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെല്ലാം തുടങ്ങുമ്പോൾ ഗണപതിക്ക് കൊടുത്ത് തുടങ്ങണം എന്നാണല്ലോ. അതുകൊണ്ട് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന് മുമ്പിൽ കുറച്ചേരം ചുറ്റി തിരിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മഹാബോളിയുടെ അടുത്തേക്ക് പോയി. നമ്മുടെ ബോളിയും പായസവും ഇല്ലാതെ എന്ത് തിരുവനന്തപുരം ഫുഡ് കണ്ടാണല്ലേ. നല്ല നെയ്യ് മുക്കി ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ അടിപൊളി. പായസം ഉണ്ടായിരുന്നു പൊളിച്ചത്. പായസം തീർന്നു പോയി ഗൈസ്. ബോളിയും പായസമാണ് കിട്ടില്ല കോമ്പിനേഷൻ എങ്കിലും ഞങ്ങൾ പോയ സമയമാകുമ്പോഴേക്ക് പായസമൊക്കെ ഓൾമോസ്റ്റ് തീർന്നുണ്ടായിരുന്നു. അങ്ങനെ നെയ്യ് കൂട്ടി ആ ബോളി കഴിച്ചിട്ട് മുന്നോട്ട് നടന്നപ്പോഴാണ് കടല വെക്കുന്ന ഈ ചേട്ടനെ ഞങ്ങൾ കാണുന്നത്. എന്നാൽ പിന്നെ കുറച്ച് കടല കഴിച്ചിട്ടാവാം ഇനി മുന്നോട്ടുള്ള നടത്തം എന്ന് തീരുമാനിച്ചു. അങ്ങനെ കടലയും കുറിച്ച് തിരുവനന്തപുരത്തിന്റെ യാത്ര കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ആ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. നമ്മൾ ഈ യാത്രയിൽ തപ്പിക്കൊണ്ടിരുന്നത് സുഡസുഡ ഇഡ്ഡലി ആയിരുന്നു. ഈ അടുത്തല്ല കുറച്ച് മുന്നേ ആയിട്ട് തിരുവനന്തപുരത്ത് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന സുഡസുഡ ഇഡ്ഡലി. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്ക് ഷോപ്പ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. രാത്രി ഡിന്നർ എവിടെ പ്ലാൻ ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നപ്പോൾ ഞങ്ങളുടെ 3 പേരുടെ മനസ്സിൽ ഈ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അവിടുത്തെ 3 സ്പെഷ്യൽ ഇഡലികളാണ് ഓർഡർ ചെയ്തത്. ഒന്ന് സോയ ഇഡലി, പിന്നെ പനീർ ഇഡലി, പിന്നെ പൊടി ബട്ടർ ഇഡലി. അങ്ങനെ ഇഡലി കഴിച്ച് കുറച്ച് മുന്നോട്ട് നടന്നപ്പം ഇപ്പുറത്തായിട്ട് ഒരു മസാല മോരിൻ്റെ ഷോപ്പ് കണ്ടു. എന്നാൽ പിന്നെ ഓരോ മസാല മോര് കാച്ചാം എന്നായ തീരുമാനം. എങ്ങനെയുണ്ട് സുഡസുഡ ഇഡലി? മോര് കഴിച്ച് കഴിയുമ്പോഴേക്ക് വിശാഖിനുള്ള വണ്ടി പുറപ്പെടാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിശാഖിനോട് ബായ് പറഞ്ഞ് ഞങ്ങൾ വീണ്ടും അടുത്ത ഫുഡ് സ്പോട്ട് തപ്പി നടക്കാൻ തുടങ്ങി. എങ്ങനെയുണ്ട് തിരുവനന്തപുരത്ത്? നമുക്കങ്ങനെ വലിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നെക്സ്റ്റ് ടൈം നമുക്ക് പിടിക്കാം. സുഡസുഡ ഇഡലി എങ്ങനെയുണ്ട്? കൊള്ളാം, പക്ഷെ കൂടുതൽ എക്സ്പെക്ടേഷൻ ആയിട്ട് പോയത്. അതഭിപ്രായമാണോ? അടുത്ത് നമ്മൾ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള ബാലാജി കഫേയിൽ ഹൽവ കഴിക്കാനാണ് പോകുന്നത്. അതും വെറും ഹൽവയല്ല, ലോങ് വീറ്റ് ഗീ ഹൽവ. ഇതിനെപ്പറ്റി ഇൻസ്റ്റഗ്രാമിൽ കുറെ കണ്ടിട്ടുണ്ടെങ്കിലും സാധനം ഇത്ര പെട്ടെന്ന് കഴിക്കാൻ പറ്റും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഈ കട വൈകുന്നേരം 6 മണി മുതൽ രാത്രി 9 വരെ ഉള്ളൂ. നല്ല വാഴയിലയിൽ ഓരോ സ്പൂണ് ഹൽവയും ഓരോ സ്പൂണ് കേസരി ഇട്ടിട്ടാണ് കേട്ടോ ഇവിടെ തരിക. ഞങ്ങൾ കേസരി വേണ്ടാന്ന് പറഞ്ഞു, ഹൽവ മാത്രമാണ് എടുത്തത്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്നെടുത്ത് വാരിട്ട് കഴിഞ്ഞാൽ വായ പൊള്ളി പോകുന്ന അറിയില്ല. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് ഫുഡ് സ്പോട്ടുകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറിയൊരു മൾട്ടി ഫ്രൂട്ട് ഷേക്കും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ നിർത്തുകയാണേ. അപ്പോൾ ഒരു ചെറിയ തിരുവനന്തപുരം ഫുഡ് കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഒട്ടും പ്ലാൻഡ് അല്ലാതെ പെട്ടെന്ന് ട്രിവാൻഡ്രം വന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറിയ പത്മനാഭനെ തൊഴുതു. അതിനുശേഷം ചുറ്റുമുള്ള കുറച്ച് ഫുഡ് സ്പോട്ടുകൾ തപ്പിയിട്ട് ഇറങ്ങിയതായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചു, കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു. അപ്പോൾ ഇനി നാട്ടിലേക്കാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. Bye from Argi Stories.